ഒരാൾക്കൊരു നടുവേദന വന്നാൽ അതൊരു സാധാരണ നടുവേദനയാണോ, ഗുരുതരമായ നടുവേദനയാണോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇപ്പോൾ ചോദ്യം ചോദിച്ചതുപോലെ തന്നെ സാധാരണ നടുവേദന എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഒരു പ്രാവശ്യത്ത് എങ്കിലും ജീവിതത്തിലുണ്ടാവും. അതിനെയാണ് സാധാരണ നടുവേദന എന്ന് പറയുന്നത്. അത് സാധാരണ സഹിക്കാൻ പറ്റാവുന്നത്ര വേദനയും സാധാരണയുള്ള മരുന്നുകൾ വെച്ചിട്ട് അത് കൺട്രോളാക്കാനും ചെയ്യാവുന്ന ഒരു കാര്യമാണ് സാധാരണയുള്ള പുറം വേദന എന്ന് പറയുന്നത്. പക്ഷേ വളരെ ഗുരുതരമായിട്ടുള്ള പുറം വേദന എന്ന് പറഞ്ഞാൽ ഒന്ന് അതിശക്തിയായിട്ടുള്ള വേദന, നമ്മൾ സാധാരണ കഴിക്കുന്ന മരുന്നുകൾ വെച്ചിട്ട് അതിൽ യാതൊരു വ്യത്യാസം വരുന്നില്ല. അതിനോടൊപ്പം വേറെ അനുബന്ധിച്ചിട്ടുള്ള വേറെ പ്രശ്നങ്ങളും കൂടി ഉണ്ടാകുമ്പോഴാണ് അത് ഗുരുതരമായിട്ടുള്ള ഒരു പുറം വേദനയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അങ്ങനെ ഒരാൾ എപ്പോഴാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ ഞങ്ങൾ മോഡേൺ മെഡിസിനിൽ പറയുന്നത് ആദ്യത്തെ ഒരു 2-3 ദിവസം ഈ വേദന കൊണ്ട് സാധാരണ കഴിക്കുന്ന വേദന സംഹാരികൾ വെച്ചിട്ട് അതിൽ വ്യത്യാസം വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റു ചില പ്രശ്നങ്ങൾ, അതായത് കാലിലേക്ക് വേദന ഇറങ്ങി വരിക, കാലിലേക്ക് വല്ല മരവിപ്പ് ഉണ്ടാവുക, കാലുകൾക്ക് വല്ല തളർച്ച മാതിരി ഉണ്ടാവുക, അതല്ലെങ്കിൽ നമ്മൾ മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതൊക്കെ ഞങ്ങൾ പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബാക്ക് പെയിൻ എന്ന് പറയും. അങ്ങനെ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കേണ്ട ആവശ്യമുണ്ട്.